ഹലോ ഗേസ്, ഇന്ന് നമ്മൾ ചെറിയൊരു പോളികാർബൺ ഷീറ്റിൻ്റെ വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ പോളികാർബൺ ഷീറ്റ് സെറ്റ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഷെയ്ഡിന് മേലെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2x2 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. 2x2 പൈപ്പ് ഒരു 20 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഏകദേശം 20 ഇഞ്ച് സ്ക്വയറിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. പരമാവധി അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. അകലം കൂട്ടുന്നതിനനുസരിച്ച് പോളികാർബണിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. 2x2 ഫ്രെയിമാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രെയിം നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ട് ആക്കുമായിരുന്നു. അവിടെ തന്നെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടി, അവിടെ വെച്ചിട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കാനുള്ള പ്ലാനാണ്. ആ രീതിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഔട്ടർ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഉള്ളിൽ പൈപ്പ് മുറിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് മഴ കിട്ടി. നല്ല കിടുക്കൻ മഴ, പ്രതീക്ഷിക്കാതെ കിട്ടിയ മഴയാണ്. ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്. നല്ല വെയിലിൻ്റെ ഇടക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ മഴ കിട്ടിയത്. അപ്പോൾ ഫ്രെയിമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ വെൽഡിങ്ങെല്ലാം ഉണ്ട്, കുറേ ഇതുണ്ടല്ലോ. പിന്നെ നല്ല ഫിനിഷിങ് ചെയ്യണം. മേലവശമൊന്നും അധികം വെൽഡിങ് ചെയ്യാണ്ട് നല്ല ഫിനിഷായിട്ട്, കാരണം ഷീറ്റ് കൊണ്ട് മുറിയാനോ കട്ടാകാനൊന്നും പാടില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് നല്ല ഫിനിഷിങ്ങിൽ ഗ്രൈൻഡിങ്ങെല്ലാം ചെയ്ത് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ്ങെല്ലാം ഗ്രൈൻഡിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമറെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൈമർ സെറ്റാക്കുകയാണ് നമ്മളത് കഴിഞ്ഞിട്ട് ചെയ്യുക. പ്രൈമറെല്ലാം അടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഇത് 2x2 ഫ്രെയിം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ്. കുറച്ച് പിന്നെ എടുത്ത് പൊക്കി വെക്കലൊക്കെ ഇച്ചിരി റിസ്ക് ആയിരിക്കും. നമ്മൾ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുകയെന്ന്, എടുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പ്രൈമറെല്ലാം അടിച്ചിട്ട് ഏകദേശം തീരാനായിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ചെയ്യാതെ വിട്ടിരിക്കുന്നത്. അത് അവിടെ വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വെച്ചിട്ടാണ്. കറക്റ്റ് അളവ് കിട്ടുന്നില്ല. അപ്പം പൊക്കി വെക്കുവാണ്. എൻ്റെ അടുത്ത് തന്നെയാണ്, ഞാൻ ഇപ്പുറത്തുനിന്ന് തന്നെയാണ് ആക്കിയിട്ട് അങ്ങോട്ട് വെക്കുന്നത്. എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് ഒക്കെ സംഭവം സെറ്റാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ട് അവിടെ പ്ലേറ്റെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ട് അതിനെ കൂട്ടി വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താഴെ സ്റ്റാൻഡെല്ലാം ഇട്ടിട്ട് 2 സൈഡിലും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ മേലെയും പിടിച്ച് നിന്ന് അങ്ങനെയാണ് അവിടെ കയറ്റി വെച്ചിന് സെറ്റാക്കിന്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വെൽഡിങ്ങിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെറ്റാക്കുന്നുള്ള വെൽഡിങ് അത് എടുത്ത് വെക്കുമ്പോൾ തന്നെ സന്ധ്യയായിന്. അപ്പം സന്ധ്യയോടുകൂടിയാണ് നമ്മൾ എല്ലാം വെൽഡ് ചെയ്ത് ഏകദേശം തീർത്തിട്ട്, ഇന്ന് ഷീറ്റ് ഇടൽ നടക്കില്ല. അതിനൊരു കോട്ട് ബ്ലാക്ക് പെയിൻറ്റിങ് കൂടി അടിക്കാൻ പ്ലാനുണ്ട്. അത് പെയിൻറ്റിങ്ങേരെ കൊണ്ട് അടുപ്പിക്കാനാണ് ഓണർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഷീറ്റിൻ്റെ ഇടൽ നടക്കുള്ളൂ. വെൽഡിങ്ങെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിന്. അപ്പോഴത്തേക്കും പെയിൻറ്റെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രെയിം. ഇനി നമ്മളതിന് മേലെ ഷീറ്റ് വിരിച്ചാൽ മാത്രം മതി, പോളികാർബണിൻ്റെ ഷീറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോട്ടസിൻ്റെ ഷീറ്റാണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ റെയിൻ ഡ്രോപ്സ് ക്ലിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് വായിലൊടിച്ചാലൊന്നും മനസ്സിലാവില്ല. പിന്നെ ഒരു മാറ്റി ഫിനിഷൊക്കെ ഉണ്ട്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വർക്കിന് വേണ്ടിയിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.